NH-66 നിർമ്മാണത്തിനിടയിൽ ചിലയിടങ്ങളിലുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിച്ചു മുന്നോട്ടു പോകുമെന്ന മന്ത്രി മുഹമ്മദ് റിയാസ്. പൂർത്തീകരണ ഘട്ടത്തിലുണ്ടായ അനിഷ്ട സംഭവത്തെ സുവർണാവസരമാക്കി പദ്ധതിയെ പ്രതിസന്ധിയിലാക്കാമെന്ന് UDF കരുതുന്നുണ്ടെങ്കിൽ അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും റിയാസ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കി. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ അനിഷ്ട സംഭവങ്ങൾ തീർത്തും ദൗർഭാഗ്യകരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വ്യക്തമാക്കിയിരുന്നു. സംഭവം അറിഞ്ഞ ഉടൻ തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയെ സംസ്ഥാന സർക്കാർ ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ വിഷയത്തെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കാനുള്ള UDFന്റെ നീക്കത്തെ തുടർന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിലൂടെ പ്രതികരണവുമായി രംഗത്തെത്തിയത്. UDF സ്വന്തം ഭരണകാലത്തെ കഴിവുകേട് മൂലം ഇല്ലാതാക്കിയ മലയാളികളുടെ സ്വപ്ന പദ്ധതിയാണ് ദേശീയപാത വികസനം. ദേശീയപാത വികസനം തുടക്കത്തിലെ മുടക്കാമെന്നും തടയാമെന്നും കരുതിയ UDF പൂർത്തീകരണ ഘട്ടത്തിൽ അനിഷ്ട സംഭവത്തെ സുവർണാവസരമാക്കി പദ്ധതിയെ പ്രതിസന്ധിയിലാക്കാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. നിലവിൽ ദേശീയപാത നിർമ്മാണത്തിൽ വീഴ്ച വരുത്തിയ സ്ഥാപനത്തെ കേന്ദ്രം കരിമ്പട്ടികയിൽപ്പെടുത്തിയ സാഹചര്യത്തിൽ തുടർ നടപടികൾ കേന്ദ്രവുമായി ആലോചിച്ച് പദ്ധതിയുടെ പൂർത്തീകരണം നടപ്പാക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ ആലോചന. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.